വെൽക്കം ടു ഐ പ്ലസ് ട്രെയിനിങ് സൊല്യൂഷൻ. നമ്മൾ പഠിക്കുന്നത് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എക്സാമിന്റെ യൂണിറ്റ് 2 തെർമൽ എഞ്ചിനീയറിംഗിലെ തെർമോഡൈനാമിക്സ് എന്ന പാർട്ടിന്റെ MCQ ഡിസ്കഷൻ ആണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഓഡിബിൾ ആണോ? കേൾക്കാൻ പറ്റുമെങ്കിൽ ചാറ്റിലൊന്ന് ടൈപ്പ് ചെയ്യാവോ? ചാറ്റിലൊന്ന് ടൈപ്പ് ചെയ്യാവോ? യെസ്, കേൾക്കാം അല്ലേ? അപ്പൊ നമുക്ക് ഈ പറയുന്ന പോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് നമ്മുടെ തെർമൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഈ തെർമൽ എഞ്ചിനീയറിംഗ് നോക്കുകയാണെങ്കിൽ സിലബസിന്റെ അകത്ത് തെർമോഡൈനാമിക്സ് എന്ന പോർഷൻ ഉണ്ട്, IC എഞ്ചിൻ എന്ന പോർഷൻസ് ഉണ്ട്, കംപ്രസർ ഉണ്ട്, അതുപോലെ ഹീറ്റ് ട്രാൻസ്ഫർ. ഇത്രയും ടോപ്പിക്സ് ചേർന്നതാണ് തെർമൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അപ്പോ നമുക്ക് ഇതിന്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻസ് എന്ന് പറഞ്ഞാൽ ഈ സബ്ജക്ട്സ് ഒക്കെ ബാക്കിയുള്ള IC എഞ്ചിനും കംപ്രസർ ഒക്കെ പഠിക്കണമെങ്കിൽ നമുക്ക് തെർമോഡൈനാമിക്സിന്റെ ബേസിക്സ് അറിയണം. അപ്പൊ ആ ബേസിക്സിലെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് നമ്മളിവിടെ നടത്താൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പൊ നിങ്ങൾക്ക് ആൻസർ അറിയാമെങ്കിൽ ആൻസർ പറയുക. അപ്പൊ ഞാൻ എന്തായാലും എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ആൻഡ് ഓപ്പൺ സിസ്റ്റം ഈസ് വൺ ഇൻ വിച്ച്. എന്താണ് ഓപ്പൺ സിസ്റ്റം എന്നാണ് ചോദിച്ചത്. അപ്പൊ ഇത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സിസ്റ്റം നമുക്ക് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്ന് അറിയാം: ഓപ്പൺ സിസ്റ്റം, ക്ലോസ് സിസ്റ്റം, ഐസൊലേറ്റഡ് സിസ്റ്റം. അപ്പൊ ഓപ്ഷൻ എയിലേക്ക് പോകണമെങ്കിൽ ഹീറ്റ് ആൻഡ് വർക്ക് ക്രോസ് ദ ബൗണ്ടറി ഓഫ് ദ സിസ്റ്റം ബട്ട് മാസ് ഓഫ് ദ വർക്കിംഗ് സബ്സ്റ്റൻസ് ഡു നോട്ട് ക്രോസ് ദ ബൗണ്ടറി ഓഫ് ദ സിസ്റ്റം എന്നാണ് ഓപ്ഷൻ എ പറയുന്നത്. ഈ ഓപ്ഷൻ ബി എന്ന് പറയുന്ന മാസ് ഓഫ് ദ വർക്കിംഗ് സബ്സ്റ്റൻസ് ക്രോസ് ദ ബൗണ്ടറി ഓഫ് ദ സിസ്റ്റം ബട്ട് ദ ഹീറ്റ് ആൻഡ് വർക്ക് ഡസ് നോട്ട് ക്രോസ് ദ ബൗണ്ടറി ഓഫ് ദ സിസ്റ്റം. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെ സിസ്റ്റത്തെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് മാസ് ട്രാൻസ്ഫറും അതുപോലെ എനർജി ട്രാൻസ്ഫറിന്റെ ബേസിസിലാണ്. അപ്പൊ ഈ എനർജി ട്രാൻസ്ഫർ തെർമോഡൈനാമിക്സിൽ എന്ന് പറയുമ്പോൾ ഇൻ ദ ഫോം ഓഫ് ഹീറ്റ് ആൻഡ് വർക്ക് ആണ്. അപ്പൊ ഈ ഹീറ്റ് ആൻഡ് വർക്ക് എന്ന് പറയുന്നത് ഈ പറയുന്ന എനർജി ട്രാൻസ്ഫറിനെയാണ് റെപ്രസെന്റ് ചെയ്യണം. അപ്പൊ ഇനി ഓപ്ഷൻ സി നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം, ബോത്ത് ഹീറ്റ് ആൻഡ് വർക്ക് ആസ് വെൽ ആസ് മാസ് ഓഫ് ദ വർക്കിംഗ് ഫ്ലൂയിഡ് ക്രോസ് ദ ബൗണ്ടറി ഓഫ് ദ സിസ്റ്റം. എന്ന് വെച്ചാൽ ഹീറ്റ് ആൻഡ് വർക്ക് എന്ന് പറഞ്ഞാൽ എനർജി ട്രാൻസ്ഫറും ഉണ്ട്, അതുപോലെ തന്നെ മാസ് ട്രാൻസ്ഫർ ഉണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഓപ്പൺ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മാസ് ട്രാൻസ്ഫറും എനർജി ട്രാൻസ്ഫറും ഉണ്ടെങ്കിൽ ആ സിസ്റ്റത്തെയാണ് നമ്മൾ എന്ത് പറയുന്ന ഓപ്പൺ സിസ്റ്റം എന്ന് പറഞ്ഞാൽ. മനസ്സിലായോ? ഓപ്ഷൻ എ നോക്കി കഴിഞ്ഞാൽ ഓപ്ഷൻ എയിൽ അങ്ങനെയില്ല. ഓപ്ഷൻ എ പറയുന്നത് ഹീറ്റ് ആൻഡ് വർക്ക് ക്രോസ് ദ ബൗണ്ടറി ഓഫ് ദ സിസ്റ്റം. എന്ന് വെച്ചാൽ എനർജി ട്രാൻസ്ഫർ അവിടെ ഉണ്ട്, പക്ഷെ മാസ് ട്രാൻസ്ഫർ ഇല്ലെന്നാണ് ഓപ്ഷൻ എ പറയുന്നത്. അതിന് നേരെ തിരിച്ചാണ് ഓപ്ഷൻ ബി പറയുന്നത്. സി എന്ന് പറഞ്ഞാൽ മാസ് ട്രാൻസ്ഫറും എനർജി ട്രാൻസ്ഫറും ഉണ്ടെന്നാണ് പറയുന്നത്. ഡി എന്ന് പറഞ്ഞാൽ മാസ് ട്രാൻസ്ഫറും എനർജി ട്രാൻസ്ഫറും ഇല്ലെന്നാണ്. മാസ് ട്രാൻസ്ഫറും എനർജി ട്രാൻസ്ഫറും ഇല്ലെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? ഐസൊലേറ്റഡ് സിസ്റ്റം എന്നാണ് പറയുന്നത്. നൈദർ ഹീറ്റ് ആൻഡ് വർക്ക് നോർ മാസ് ഓഫ് ദി വർക്കിംഗ് ഫ്ലൂയിഡ് ക്രോസ് ദ ബൗണ്ടറി ഓഫ് ദ സിസ്റ്റം എന്ന് വെച്ചാൽ എനർജി ട്രാൻസ്ഫറും ഇല്ല, അതുപോലെ മാസ് ട്രാൻസ്ഫറും ഇല്ല. അങ്ങനെ ഒരു സിസ്റ്റത്തിന് നമുക്ക് എന്ത് പറയാം? ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറയാം. എന്ത് പറയാം? ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറയാം. ഓക്കെ ആണോ? ഇത് മനസ്സിലായോ? ഈ ക്വസ്റ്റ്യൻ ആൻസർ മനസ്സിലായോ? ആർക്കെങ്കിലും അറിയാമെങ്കിൽ നിങ്ങൾ ചാറ്റില് ഓപ്ഷൻ ആൻസർ ഇടുക. അപ്പൊ സി ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ സി എന്താ? ടിക്കാം. സി ആണ്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് സി ആണ്. ഓക്കെ, അത് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. മനസ്സിലായോ? ഇനി ഓപ്പൺ സിസ്റ്റത്തിന്റെ എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ നമ്മളെ തെർമോഡൈനാമിക് എക്സാമ്പിൾസ് ആണ് ഓപ്പൺ സിസ്റ്റത്തില് സ്റ്റീം ടർബൈൻസ്, അതുപോലെ തന്നെ കംപ്രസർ, അതുപോലെ തന്നെ ബോയിലർ, പമ്പ്. ഇതെല്ലാം നമ്മുടെ തെർമോഡൈനാമിക്സിലെ ഓപ്പൺ സിസ്റ്റത്തിന്റെ എക്സാമ്പിൾസ് ആണ്. ഓക്കെ, അപ്പോൾ ഒരു ഓപ്പൺ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അവിടെ മാസ് ട്രാൻസ്ഫറും കാണും, അതുപോലെ എനർജി ട്രാൻസ്ഫറും കാണും. ക്വസ്റ്റ്യൻ ആൻസർ മനസ്സിലായോ? ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ചാറ്റ് ചെയ്യാം കേട്ടോ. അത് നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇൻ ആൻ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ഓഫ് തെർമോഡൈനാമിക് സിസ്റ്റം. അപ്പൊ ഇവിടെ നമുക്ക് എന്താണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ ഒരു സിസ്റ്റത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് നമ്മൾ എന്താ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞത്. ഡിസ്കസ് ദ കണ്ടീഷൻ ഓഫ് ദി സിസ്റ്റം, അതിനെ നമുക്ക് എന്താ പ്രോപ്പർട്ടി എന്ന് പറയാം. പ്രോപ്പർട്ടിയെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ഇന്റൻസീവ് പ്രോപ്പർട്ടിയും അതുപോലെ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. അല്ലെ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ ഒരു സിസ്റ്റത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് പ്രോപ്പർട്ടി എന്ന് പറയാം. പ്രോപ്പർട്ടി. ഈ പ്രോപ്പർട്ടി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്.
ഒന്നെന്ന് പറയുന്നത് ഈസ് ഇന്റൻസീവ് പ്രോപ്പർട്ടി, ഇന്റൻസീവ് പ്രോപ്പർട്ടി. രണ്ടെന്ന് പറയുന്നത് എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി, എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി. ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ മാസിന് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസിനെയാണ് എന്താ ഇന്റൻസീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്റൻസീവ് പ്രോപ്പർട്ടീസ് നമുക്ക് എഴുതാം ദാറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് അപ്പോൺ മാസ്, ഡിപെൻഡന്റ് ഓഫ് മാസ്, മാസിനെ ഡിപ്പെൻഡ് ചെയ്യണ്ട. അപ്പൊ അതാണ് ഇന്റൻസീവ് എന്ന് പറയുന്നത്. എക്സ്റ്റൻസീവ് എന്ന് പറഞ്ഞാൽ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന, ഡിപ്പെൻഡ് ഓൺ മാസ്, ഓൺ മാസ്, മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി. അപ്പൊ ഇവിടെ നമുക്ക് ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ എക്സ്റ്റൻസീവ് ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ്, അത് തെറ്റായിട്ടുള്ള ഓപ്ഷൻ ആണ്. എക്സ്റ്റൻസീവ് വർക്ക് ഈസ് ഡൺ, അതും തെറ്റായിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ്. ഇനി എക്സ്റ്റൻസീവ് എനർജി ഈസ് യൂട്ടിലൈസ്ഡ്, അതും തെറ്റായിട്ടുള്ള ഓപ്ഷൻ ആണ്. ഓപ്ഷൻ ഡി ആണ്, നൺ ഓഫ് ദീസ് ആണ്. കാരണം എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടീസ് മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ എന്താ പറയുന്നത് എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി. അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാസ്, അതുപോലെ വോളിയം, ഇന്റേണൽ എനർജി, അതുപോലെ എൻതാൽപി, എൻട്രോപ്പി, ഇതെല്ലാം എന്താണ് എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി, എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടിയാണ്. ഇനി ഇന്റൻസീവ് പ്രോപ്പർട്ടിയുടെ എക്സാമ്പിൾ പറഞ്ഞാൽ ദാറ്റ് ഈസ് പ്രഷർ, ടെമ്പറേച്ചർ, ഡെൻസിറ്റി, ഇതെല്ലാം എന്താണ് ദാറ്റ് ഈസ് ഇന്റൻസീവ് പ്രോപ്പർട്ടിയുടെ എക്സാമ്പിൾസ് ആണ്. ഓക്കെ ആണോ? ഇത് മനസ്സിലായോ? ഇനി ഓർത്ത് വയ്ക്കുക, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഹീറ്റും വർക്കും പ്രോപ്പർട്ടീസ് അല്ല, അതും ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇവിടെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത് ഹീറ്റ് ആൻഡ് വർക്ക് എന്ന് പറയുന്ന പ്രോപ്പർട്ടീസ് അല്ല, അത് പാത്ത് ഫംഗ്ഷൻ ആണ്. അതും കൂടെ എഴുതാം, അത് ഇമ്പോർട്ടന്റ് ആണ്. ദാറ്റ് ഈസ് ഹീറ്റ് ആൻഡ് വർക്ക് ആർ നോട്ട് പ്രോപ്പർട്ടീസ്. അപ്പൊ ഹീറ്റും വർക്കിന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഹീറ്റും വർക്കും എന്താ പറയാ അല്ല, വർക്ക് ആർ നോട്ട് പ്രോപ്പർട്ടീസ്. കാരണം എന്താണ് അത് ഹീറ്റ് ആൻഡ് വർക്ക് എന്ന് പറയുന്നത് പാത്ത് ഫംഗ്ഷൻ ആണ്. മനസ്സിലായോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ പറയാവോ? അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 3, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി ഓഫ് എ തെർമോഡൈനാമിക് സിസ്റ്റം? അപ്പൊ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞത് തന്നെ അതിന്റെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു, പറയാവോ? എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി, എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിപ്പെൻഡ് അപ്പോൺ മാസ്. എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്ത് പറയാം? ദാറ്റ് ഈസ് ഡിപ്പെൻഡ് അപ്പോൺ മാസ്. ഇതിന്റെ ആൻസർ ആർക്കെങ്കിലും പറയാവോ? ഡിപ്പെൻഡ് അപ്പോൺ മാസ്. മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ് അല്ലെ, മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടീസ്. ഡി അല്ല, അതെനിക്ക് തോന്നി ഡി എന്നുള്ള ബി കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. വോളിയം നമ്മൾ നേരത്തെ എക്സാമ്പിൾസിൽ പറഞ്ഞായിരുന്നു വോളിയം എന്ന് പറയുന്ന എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടിയാണ്. ഡി അദ്വൈത് അല്ലെ, അദ്വൈത് ഡി പറയാൻ കാരണം ഡെൻസിറ്റി എന്ന് പറയുന്ന ഫോർമുല മാസ് ബൈ വോളിയം ആയതുകൊണ്ട് നമുക്ക് തോന്നാം മാസിന് ഡിപ്പെൻഡന്റ് അല്ലേന്ന് തോന്നാം. അപ്പോ അത് ശരിക്കും പറഞ്ഞാൽ മാസിന് ഡിപ്പെൻഡന്റ് അല്ല. നമ്മൾ 1 ലിറ്റർ വെള്ളം എടുത്തു കഴിഞ്ഞാൽ 1 ലിറ്റർ വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താ H2, അതിന്റെ ഡെൻസിറ്റി എത്രയാണ്? 1000. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഫ്ലൂയിഡ് മെക്കാനിക്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് പഠിക്കാം, 1000 kg/m3 ആണ്. ഈ 1 ലിറ്റർ മാറി ഇവിടെ ഒരു 10 ലിറ്റർ വാട്ടർ ആയാലും ഡെൻസിറ്റിക്ക് മാസിനനുസരിച്ച് മാറുന്ന 10 ലിറ്ററിന്റെ മാസ് വ്യത്യാസമല്ലേ? അപ്പൊ 10 ലിറ്ററിന്റെ മാസ് അല്ലെങ്കിൽ 10 ലിറ്റർ വാട്ടർ എടുത്താലും ഡെൻസിറ്റി അവിടെ എത്ര തന്നെയാണ്? 1000 kg/m3 തന്നെയാണ്. ഓക്കെ ആണോ? അപ്പം ഡെൻസിറ്റി എന്ന് പറഞ്ഞ ആൻസർ ഓപ്ഷൻ പറഞ്ഞത് ഈ പറയുന്നത് നമുക്ക് ഒരിക്കലും എന്താ എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി ആയിട്ട് കണക്കാക്കാൻ പറ്റത്തില്ല. ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ഇന്റൻസീവ് പ്രോപ്പർട്ടീസ് ആണ്, മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. മനസ്സിലായോ അദ്വൈത്? ഓക്കെ, ഇനി ഈ പറയുന്ന പോലെ നേരത്തെ പറഞ്ഞ പ്രോപ്പർട്ടീസ്, എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടിയുടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് മാസ്, അതുപോലെ വോളിയം, അതുപോലെ ഇന്റേണൽ എനർജി, എൻതാൽപി, എൻട്രോപ്പി, ഇതെല്ലാം എന്താണ്? എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടിയാണ്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോടാ. അടുത്ത നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അബ്സൊല്യൂട്ട് സീറോ ടെമ്പറേച്ചർ ഈസ് അബ്സൊല്യൂട്ട്. തെർമോഡൈനാമിക്സ് ചോദിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണ് അബ്സൊല്യൂട്ട് സീറോ ടെമ്പറേച്ചർ എന്ന്. നമ്മുടെ 0th ലോ ആണ് ടെമ്പറേച്ചറിനെ ഡിഫൈൻ ചെയ്യുന്നത്. അത് ഒന്ന് ഓർത്ത് വെക്കാം. 0th ലോ ആണ് ഈ പറയുന്ന ടെമ്പറേച്ചറിനെ ഡിഫൈൻ ചെയ്യുന്നത്. അബ്സൊല്യൂട്ട് സീറോ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് -273 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പൊ ഇതിന്റെ ഓപ്ഷൻ നമ്മൾ ടിക്ക് ചെയ്തിട്ടുണ്ടേ. അപ്പൊ ഓക്കെ നോക്കുക, ദാറ്റ് ഈസ് -273 ഡിഗ്രി സെൽഷ്യസ് ആണ്.
അതാണ് നമ്മുടെ ഏറ്റവും ലോവസ്റ്റ് പോസിബിൾ ടെമ്പറേച്ചർ. അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചറിന് നമുക്ക് എന്താ പറയാം, ലോവസ്റ്റ് പോസിബിൾ ടെമ്പറേച്ചർ എന്ന് പറയാം, അല്ലെങ്കിൽ മോളിക്കുലർ മോഷൻസ് മിനിമം ആവുന്ന തിയറട്ടിക്കൽ ടെമ്പറേച്ചർ, ഓർക്കുക തിയറട്ടിക്കൽ ലിമിറ്റ്സ് ഓഫ് ടെമ്പറേച്ചർ എന്നും പറയാം. അപ്പം ഇതിന് താഴെ ഒരു ക്ലാസിക്കൽ തെർമോഡൈനാമിക്സിന് ഇതിന് താഴെ എന്തില്ല, ഒരു ടെമ്പറേച്ചർ ഇല്ല. അതാണ് നമ്മുടെ റെഫറൻസ് എന്ന് പറയുന്നത്. അപ്പൊ അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് മൈനസ് 273 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓർത്തുവയ്ക്കുക, വളരെ ഇമ്പോർട്ടൻറ്റ്. നമ്മളിവിടെ അറിഞ്ഞിരിക്കേണ്ട കാര്യം സീറോ കെൽവിൻ എന്ന് പറയുന്നത്, -2 അതാണ്. അവിടെയാണ് കെൽവിൻ സ്കെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അബ്സല്യൂട്ട് സീറോ ആണ്. കെൽവിൻ ആണ് എന്താ ലോവസ്റ്റ് ടെമ്പറേച്ചർ സ്കെയിൽ എന്ന് പറയുന്നത്. ആ സീറോ കെൽവിൻ എന്ന് പറയുന്നത് ഓർത്തുവയ്ക്കുക, സീറോ കെൽവിൻ ഈക്വൽ ടു -273 ഡിഗ്രി സെൽഷ്യസ്. അങ്ങനെയാണെങ്കിൽ ഇനി കെൽവിനെ നമ്മൾ അല്ലെങ്കിൽ ഡിഗ്രി സെൽഷ്യസിനെ കെൽവിനിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ കെൽവിൻ എന്ന് പറയുന്നത് എന്താണ്, ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 273 ചെയ്താൽ മാത്രമേ നമുക്ക് ഡിഗ്രി സെൽഷ്യസിനെ കെൽവിനിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അഞ്ചാമത്തെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ. വാട്ടറിന്റെ സ്പെസിഫിക് ഹീറ്റ് അറിയാവോ? സ്പെസിഫിക് ഹീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പെസിഫിക് ഹീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സി വെച്ചൊക്കെ ഡിനോട്ട് ചെയ്യും. ഒരു യൂണിറ്റ് മാസിന് 1 യൂണിറ്റ് ഡിഗ്രി സെൽഷ്യസ് റൈസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഹീറ്റിനെയാണെന്ന് പറയുന്നത് സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത്. അതിന്റെ യൂണിറ്റ് കിലോ ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ എന്ന് പറയാം. ഒരു യൂണിറ്റ് മാസിന് 1 യൂണിറ്റ് ഡിഗ്രി സെൽഷ്യസ് റൈസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഹീറ്റിനെയാണെന്ന് പറയുന്ന സ്പെസിഫിക് ഹീറ്റ്. അപ്പൊ ആ സ്പെസിഫിക് ഹീറ്റ്, വാട്ടറിന്റെ സ്പെസിഫിക് ഹീറ്റ് എത്രയാണെന്ന് പറയാവോ? വാട്ടറിന്റെ സ്പെസിഫിക് ഹീറ്റ് അറിയാവോ? എന്നുള്ള ആരെങ്കിലും പറയാവോ? വാട്ടറിന് ഹൈ സ്പെസിഫിക് ഹീറ്റ് ആണ് വാട്ടർ. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ചൂടാവാൻ വളരെ, ഓപ്ഷൻ എ അല്ല, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നിങ്ങൾ തെറ്റിയാലും കുഴപ്പമില്ല, ആൻസർ പറയുക. അപ്പൊ ഇവിടെ കറക്റ്റ് ചെയ്യാൻ പറ്റും. തെറ്റിയാലും കുഴപ്പമില്ല, ആൻസർ പറയാം. ഇവിടെ എന്താ കറക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ വാട്ടർ എന്ന് പറയുമ്പോൾ അവിടെ സ്പെസിഫിക് ഹീറ്റ് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഇത് ചൂടാവാൻ വളരെ താമസവും അതേപോലെ തണുക്കാൻ പതിയെ തണുക്കുന്നു. സ്പെസിഫിക് ഹീറ്റ് വളരെ കൂടുതലാണ്. അപ്പൊ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് കിലോ ജൂളി പറയുകയാണെങ്കിൽ സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ CPW അല്ലെങ്കിൽ CVW രണ്ടും സെയിം തന്നെയാണ്. അതുകൊണ്ട് സി എന്ന് തന്നെ നമുക്ക് എന്താ ജനറലി പറയാം. സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ Z ഈക്വൽ ടു 4.187 കിലോ ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. ഓക്കെ, ഇനി ഓർക്കേണ്ട ഒരു കാര്യം, നമ്മളിത് ജൂളി പറയുകയാണെങ്കിൽ കിലോ ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. ഇത് നമ്മൾ ജൂളി പറയുകയാണെങ്കിൽ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇറ്റ് ഈസ് 4187 ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. ഓക്കെ ആണോ? മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ പറയാൻ പറ്റുമോ? എ കാർനോട്ട് ഹീറ്റ് പമ്പ് വർക്ക്സ് ബിറ്റ്വീൻ 27 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് 327 ഡിഗ്രി സെൽഷ്യസ്. വാട്ട് ഈസ് ദ COP? COP എന്ന് വെച്ചാൽ കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. COP കണ്ടുപിടിച്ച് ആർക്കെങ്കിലും പറഞ്ഞു തരാൻ പറ്റുമോ? പ്രോബ്ലം ആണ്. അപ്പൊ നമുക്ക് ഇവിടെ 2 റിസർവയർ ആണുള്ളത്. കോൾഡ് റിസർവയറും ഉണ്ട്, ഹോട്ട് റിസർവയറും ഉണ്ട്. കോൾഡ് റിസർവയറിന്റെ ടെമ്പറേച്ചർ ഞാൻ TL എന്ന് എഴുതുന്നു. ദാറ്റ് ഈസ് TL ഈസ് ഈക്വൽ ടു 27 ഡിഗ്രി സെൽഷ്യസ്. അപ്പൊ അതിനെ കെൽവിനിലോട്ട് മാറ്റണമെങ്കിൽ ദാറ്റ് ഈസ് 27 പ്ലസ് 273. 27 പ്ലസ് 273 ചെയ്യുന്ന സമയത്ത് ഓപ്ഷൻ സി കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. എന്ത് പറഞ്ഞു? കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. വേറെ എന്തെങ്കിലും ആൻസർ കിട്ടിയോ? അപ്പൊ നമുക്ക് ദാറ്റ് ഈസ് 300 കെൽവിൻ എന്ന് കിട്ടും. അത് കഴിഞ്ഞ് ഹൈ ടെമ്പറേച്ചർ TH എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 327 ഡിഗ്രി സെൽഷ്യസ് ആണ്.
327 °C. അതിനെയും കെൽവിനിലോട്ട് മാറ്റുന്ന സമയത്ത് that is 327 plus 273 that is equal to 600 കെൽവിൻ എന്ന്. ഈസി ആയിട്ട് നമുക്ക് ഫോർമുലയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? COP ഓഫ് ഹീറ്റ് പമ്പ് ആണ്. അപ്പൊ ന്യൂമറേറ്ററിൽ ഹൈ ടെമ്പറേച്ചർ വരും, അത് ഓർത്ത് വയ്ക്കുക. ന്യൂമറേറ്ററിൽ ഹൈ ടെമ്പറേച്ചർ വരും, that is T high divided by high temperature minus low temperature. Okay, that is 600 divided by 600 minus 300, that is 600 divided by 300 എന്ന് പറയും. C എന്ന് കിട്ടും. വളരെ സിമ്പിൾ ആണ്. that is 600 divided by 300 എന്നിട്ട് ആൻസർ 2 എന്ന് കിട്ടും. 2 എന്ന് പറയുന്നത് നമ്മുടെ ഓപ്ഷൻ C ആണ് എന്താ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ ആണോ? ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? ഏത് ആണ് കറക്റ്റ് എന്നാണ് ചോദിക്കുന്നത്. ആദ്യത്തെ ഓപ്ഷൻ അറിയാമെങ്കിൽ പറയാം കേട്ടോ. ആർക്കെങ്കിലും ഓപ്ഷൻ അറിയാമെങ്കിൽ നിങ്ങൾ പറയാം, തെറ്റിയാലും കുഴപ്പമില്ല. അപ്പോ ഓപ്ഷൻ 1 എന്ന് പറയുന്നത് ഹീറ്റ് ആൻഡ് വർക്ക് ആർ ബൗണ്ടറി ഫിനോമിന. അത് കറക്റ്റ് ആണ്, കറക്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ്. അത് കഴിഞ്ഞ നമ്മൾ നോക്കാം. ഓപ്ഷൻ C പറഞ്ഞവരുണ്ട്, C പറഞ്ഞ 2 പേരുണ്ട് അല്ലെ. ആരെങ്കിലും ഉണ്ട് ആൻസർ പറയാൻ? D പറഞ്ഞുണ്ട്. നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ ഓരോ ഇത് സ്റ്റാഡിക്കായിരിക്കും. നമ്മൾ ഈ ഓപ്ഷൻസ് കാണുമ്പം പെട്ടെന്ന് ക്യൂരിയോസിറ്റി തോന്നി ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് അറിയാന്നുള്ളത് കറുപ്പിച്ച് വെക്കരുത്. ടൈം എടുത്ത് നല്ല, പ്രത്യേകിച്ച് നമ്മൾ തെറ്റിപ്പോകുന്ന ഒരു ഏരിയ ആണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ ഒരു ട്രാപ്പ് ആണെന്ന് വിചാരിക്കുക. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അത് കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് അതൊന്ന് അറ്റൻഡ് ചെയ്യാവുള്ളൂ. അപ്പൊ നമുക്ക് ഹീറ്റ് ആൻഡ് വർക്ക് ആർ ബൗണ്ടറി ഫിനോമിന കറക്റ്റ് ആണ്. ബൗണ്ടറി ക്രോസ് ചെയ്താൽ മാത്രമേ ഹീറ്റും വർക്കും ട്രാൻസ്ഫർ നടന്നു എന്ന് പറയാൻ പറ്റത്തുള്ളൂ അല്ലെ. കറക്റ്റ് ആണ്. അത് ഹീറ്റ് ആൻഡ് വർക്ക് റെപ്രസെന്റ് ദ എനർജി ക്രോസിംഗ് ദ ബൗണ്ടറി ഓഫ് ദ സിസ്റ്റം. അതെ, ബൗണ്ടറി ക്രോസ് ചെയ്താൽ മാത്രമാണ് ഹീറ്റും വർക്കും നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അതുപോലെ ഹീറ്റ് വർക്കും നമ്മൾ പറഞ്ഞു പാത്ത് ഫംഗ്ഷൻ ആണ്, പ്രോപ്പർട്ടി അല്ല, പാത്ത് ഫംഗ്ഷൻ ആണ്. അത് അതിന്റെ ചേഞ്ച് ഈ പറയുന്ന പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഓപ്ഷൻ D ഓൾ ഓഫ് ദി എബവ് ആണ് എന്താ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയാം. ഓക്കെ ആണോ? ഇതിൽ ഡൗട്ട് ഉണ്ടോ? ഇതിൽ ഡൗട്ട് ഉള്ള ആരെങ്കിലും ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. കൂടുതൽ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഹീറ്റും വർക്കും ഈ പറയുന്ന പോലെ പാത്ത് ഫംഗ്ഷൻ ആണ്. പോയിന്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നതാണ് ബൗണ്ടറി ഫിനോമിന എന്ന് പറഞ്ഞാൽ ഈ ബൗണ്ടറി ക്രോസ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഹീറ്റ് ട്രാൻസ്ഫറും വർക്ക് ട്രാൻസ്ഫറും നടക്കത്തുള്ളൂ. നമ്മൾ സിസ്റ്റം എന്നുള്ള ഒരു കോൺസെപ്റ്റ് പഠിച്ചു. നമ്മൾ എന്താണോ സ്റ്റഡി ചെയ്യാൻ എടുക്കുന്നത് സിസ്റ്റം ആണ്. അപ്പൊ ഈ സിസ്റ്റത്തിന്റെ പുറത്തോട്ട് ഈ ബൗണ്ടറി ക്രോസ് ചെയ്താൽ മാത്രമേ നമുക്ക് അവിടെ എന്താ ഹീറ്റ് ട്രാൻസ്ഫറും അതുപോലെ തന്നെ എന്താ വർക്ക് ട്രാൻസ്ഫറും ഡിഫൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് അതിനെ എന്താ പറയുക, അല്ലെങ്കിൽ ഇതിന്റെ അകത്തോട്ടായിരിക്കും. നമ്മൾ സൈൻ കൺവെൻഷൻ ഒക്കെ പഠിച്ചായിരുന്നു. ഈ പറയുന്ന Q ഇൻ എന്ന് പറയുന്നത് ഹീറ്റ് അഡിഷൻ എന്ന് പറയുന്ന പോസിറ്റീവ് ആണ്, Q ഔട്ട് എന്ന് പറയുന്നത്. അത് ഞാൻ ബൗണ്ടറി പാസ് ചെയ്ത് ആ സിസ്റ്റത്തിൽ നിന്ന് വെളിയിലോട്ട് പോകുന്ന സമയത്താണ് എന്താ Q ഔട്ട് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണെന്ന് പഠിച്ചത്. അതുപോലെ വർക്ക് നമ്മൾ പഠിച്ചായിരുന്നു, വർക്ക് ഔട്ട് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്, വർക്ക് ഇൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. അത് ബൗണ്ടറി ക്രോസ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ എന്താ അതിന്റെ സൈൻ കൺവെൻഷൻ ഒക്കെ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ ബൗണ്ടറി ഫിനോമിന എന്ന് പറയുന്നത്. ഓക്കെ ആണോ? മനസ്സിലായോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഡീൽസ് വിത്ത്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഇതിനെ പറ്റിയാണ് പറയുന്നത്. കൺസർവേഷൻ ഓഫ് എനർജിയെ പറ്റിയാണോ, കൺസർവേഷൻ ഓഫ് മൊമെന്റത്തെ പറ്റിയാണോ, കൺസർവേഷൻ ഓഫ് മാസിനെ പറ്റിയാണോ, കൺസർവേഷൻ ഓഫ് ഹീറ്റിനെ പറ്റിയാണോ? അപ്പൊ ഇത് ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ്? നമുക്ക് എല്ലാം അറിയാന്നുള്ളതാണ്, എല്ലാവരും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ് പറഞ്ഞത്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനുമാണ്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത് കൺസർവേഷൻ ഓഫ് എന്താ എനർജിയാണ്. എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോട്ട് ബി ഡിസ്ട്രോയ്ഡ്, ഇറ്റ് ഓൺലി ചേഞ്ച് ഇറ്റ്സ് ഫോം. ഇതിന്റെ ഫോം മാത്രമേ നമുക്ക് എന്താ ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫ്യൂവൽ എനർജി, IC എഞ്ചിനൊക്കെ സംഭവിക്കുന്ന ഫ്യൂവൽ എനർജീനെ ഹീറ്റ് എനർജി ആയിട്ട് മാറ്റുന്നു. ആ ഹീറ്റ് എനർജീനെ ക്രാങ്ക് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്ത് മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറ്റുന്നു. ഈ ക്രാങ്ക് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നത് നമ്മളൊരു ജനറേറ്ററിലോട്ട് കൊടുക്കുകയാണെങ്കിൽ അത് ഇലക്ട്രിസിറ്റി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺവേർട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ടോട്ടൽ എനർജി എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയി. ടോട്ടൽ എനർജി റിമെയിൻസ് ആൾവേസ് കോൺസ്റ്റന്റ്. അത് ഒരു കാര്യം ഓർക്കുക. അങ്ങനെയാണ് ഫസ്റ്റ് ലോ ഫോർ എ പ്രോസസ് Q is equal to ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിലെ നമ്മൾ പഠിച്ചായിരുന്നു. ഫോർ എ പ്രോസസ് ഹീറ്റ് ട്രാൻസ്ഫർ Q എന്ന് പറയുന്നത് എന്താണ്? ഡെൽറ്റ U പ്ലസ് W ആണ്. ചേഞ്ച് ഇൻ ഇന്റർണൽ പ്ലസ് എനർജി പ്ലസ് വർക്കാണ് ഹീറ്റ് ട്രാൻസ്ഫർ, നമ്മൾ കൊടുക്കുന്ന ഹീറ്റ്. അപ്പൊ ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് അല്ലേ?
ഓക്കെ ആണല്ലോ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ഒരു ചെറിയ പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് സിലബസിൽ പറയുന്ന സമയത്ത് സെക്കൻഡ് ലോ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ സെക്കൻഡ് ലോയിൽ തന്നെ ഈ പറയുന്ന പോലെ നമ്മുടെ കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ക്ലോഷി സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അപ്പൊ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ്, ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇതൊന്നും ഒരു ചെറിയ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എന്താ വർക്ക്ഔട്ട് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത് ചെയ്ത് നോക്കാൻ പറ്റുമോ നോക്കാം. A Carnot refrigerator is used to maintain temperature at -30 degrees Celsius. ഓർക്കുക അവിടുത്തെ ലോ ടെമ്പറേച്ചർ ആണ് -30 ഡിഗ്രി സെൽഷ്യസ്. ദാറ്റ് റിക്വയർസ് 1.28 കിലോവാട്ട് പെർ ടൺ ഓഫ് റെഫ്രിജറേഷൻ. നമ്മളിത് ചോദിച്ചേക്കുന്നത് ഹീറ്റ് റിജക്റ്റഡ് ഇൻ കിലോവാട്ട് പെർ ടൺ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ കാർനോട്ട് റെഫ്രിജറേറ്റർ ആണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോ ഈ ഒരു -30 ഡിഗ്രി സെൽഷ്യസിലേക്ക് ഈ റെഫ്രിജറേഷൻ കീപ്പ് ചെയ്യാൻ വേണ്ടി ഇവിടെ വലിച്ചെടുക്കുന്ന ഹീറ്റ് എന്ന് പറഞ്ഞാൽ 1.28 കിലോവാട്ട് ആണ്. QL. ഇവിടെ ഓർത്ത് വയ്ക്കാം. നമ്മൾ റെഫ്രിജറേറ്റർ ഒക്കെ വരയ്ക്കുന്ന സമയത്ത് അവിടെ ഒരു ഹൈ ടെമ്പറേച്ചർ ആണ്. ഇതാണ് നമ്മുടെ റെഫ്രിജറേറ്റർ. റെഫ്രിജറേറ്റർ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വർക്ക് ഇൻപുട്ട് കൊടുക്കുന്നു. ഇതാണ് ലോ ടെമ്പറേച്ചർ. ഈ ലോ ടെമ്പറേച്ചർ ആണ് നമ്മൾ എത്രയെന്ന് പറഞ്ഞിരിക്കുന്നത്? -30 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ -30 ഡിഗ്രി സെൽഷ്യസിലേക്ക് ഇതിനെ കീപ്പ് ചെയ്യാൻ വേണ്ടി അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട. അവിടെ വലിച്ചെടുക്കുന്ന ഹീറ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് QL ആണ്. ദാറ്റ് ഈസ് 3.5 കിലോവാട്ട് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? അപ്പൊ ഇവിടെ ഹീറ്റ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, QL എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇവിടെ 1.28 കിലോവാട്ട് പെർ ടൺ ഓഫ് റെഫ്രിജറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 1 ടൺ റെഫ്രിജറേഷൻ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, 1 ടൺ റെഫ്രിജറേഷൻ എന്ന് പറഞ്ഞാൽ 1 ടൺ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 3.5 കിലോവാട്ട് ആണ്. അപ്പൊ ഈ ഇവിടെ നമ്മൾ കൊടുക്കുന്ന വർക്കാണ്, ശ്രദ്ധിക്കുക, ഇവിടെ ഞാൻ കൊടുക്കുന്ന വർക്കാണ് ഇവിടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ സ്റ്റക്കായി പോയത്. ദാറ്റ് റിക്വയർസ് 1.28 കിലോവാട്ട് പെർ ടൺ ഓഫ് റെഫ്രിജറേഷൻ. അവിടുത്തെ കൂളിംഗ് എഫക്ട് എന്ന് പറയുന്നത് ആ കൂളിംഗ് എഫക്ട് ആണ് 1 ടൺ എന്ന് പറയുന്നത്. ആ കൂളിംഗ് എഫക്ട് ആണ് 1 ടൺ. അപ്പൊ ഈ ഹീറ്റ് ആണ് എന്താ? ഈ ഹീറ്റ് ആണ് ദാറ്റ് ഈസ് 3.5 കിലോവാട്ട് എന്ന് പറയുന്നത്. അവിടെ കൊടുക്കുന്ന വർക്ക് ഇൻപുട്ട് എന്ന് പറയുന്നത് 1.28 ആണ്. 1.28. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ ഹൈ ടെമ്പറേച്ചർ QH എന്ന് പറയുന്നത്. ഓപ്ഷൻ സി കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. അപ്പൊ കുറച്ച് പേർക്ക് ഓപ്ഷൻ സി കിട്ടി. വളരെ ഓക്കെ. അപ്പൊ ഇത് ഈ പ്രോബ്ലം ഒക്കെ ചെയ്യാൻ അറിയാമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ QL എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, അറിഞ്ഞുകൂടാത്തവർക്കും കൂടെ പറഞ്ഞുതരാം. അപ്പൊ 1 ടൺ ആണ് എന്താ ഹീറ്റ് വലിച്ചെടുക്കുന്ന. ദാറ്റ് ഈസ് QL എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 3.5 കിലോവാട്ട് എന്ന് കിട്ടി. ഇനി അവിടെ നമ്മൾ കൊടുക്കുന്ന വർക്ക് ഇൻപുട്ട് എന്ന് പറയുന്നത് 1.28 ആണ്. ഓക്കെ ആണ്. നമുക്കറിയാം ഇവിടെ ശ്രദ്ധിക്കുക ഈ QL-ഉം അതുപോലെ തന്നെ ഈ വർക്ക് ഇൻപുട്ടും ഇത് രണ്ടും കൂടെ ചേർന്നാണ് എന്താ QH ആവുന്നത്. എനർജി ബാലൻസ് ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ ദാറ്റ് ഈസ് QL പ്ലസ് വർക്ക് ഇൻപുട്ട് എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? QH ആണ്. അങ്ങനെയാണെങ്കിൽ ഹീറ്റ് റിജക്റ്റഡ്, നമ്മൾ ചോദിച്ച ഹീറ്റ് റിജക്റ്റ് ആണ്, QH ആണ് ചോദിച്ചിരിക്കുന്നത്. QH എന്ന് പറഞ്ഞാൽ ഇതിന്റെ രണ്ടിന്റെയും കൂടെ സമ്മല്ലേ? വളരെ സിമ്പിൾ ആണ്. ദാറ്റ് ഈസ് 3.5 പ്ലസ് 1.28 ദാറ്റ് ഈസ് ഈക്വൽ ടു 4.78. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു കാര്യം അറിയാമെങ്കിൽ നമുക്ക് 1 ടൺ എന്ന് പറയുന്നത് 3.5 കിലോവാട്ട് എന്ന് അറിയാമെങ്കിൽ 3.5 കിലോവാട്ട് എന്ന് അറിയാമെങ്കിൽ വളരെ സിമ്പിൾ ആണ്. ഓർത്ത് വയ്ക്കുക, 1 ടണ്ണ് 3. QL എന്ന് പറയുന്നത് പെർ ടൺ ഓഫ് റെഫ്രിജറേഷൻ. ആ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നത് 3.5 കിലോവാട്ട് എന്ന് അറിയത്തില്ലെങ്കിൽ ഈ പ്രോബ്ലം കിട്ടത്തില്ല. 1 ടൺ എന്ന് പറയുന്നത് 3.5 കിലോവാട്ട് ആണ്. അപ്പൊ അതും ഒന്ന് എഴുതി വെക്കുക, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1 ടൺ ഇതും ചോദിക്കാം. 1 ടൺ എന്ന് പറയുന്നത് 3.5 കിലോവാട്ടിന് തന്നെ നമുക്ക് എന്താ കിലോ ജൂൾ പെർ സെക്കൻഡ് എന്ന് പറയാം. ഇനി ഇതിനെ മിനിറ്റിൽ പറയണമെങ്കിൽ 1 ടൺ എന്ന് പറയുന്നത്
ഇറ്റ് ഈസ് 210 കിലോജൂൾ പെർ മിനിറ്റ് എന്നും പറയാം. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? ഇത് മനസ്സിലായോ? ക്വസ്റ്റ്യൻ മനസ്സിലായോ? ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, 4.78 കിലോ. ഓക്കെ ആണോ? അടുത്ത ഇത് റിപ്പീറ്റ് ചെയ്യണോ? പ്രോബ്ലമാറ്റിക് ആയതുകൊണ്ടാണ് ചോദിച്ചത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അക്കോർഡിംഗ് ടു ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നമ്മൾ എന്താ പറഞ്ഞത്? എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്, ക്യാൻ ബി ട്രാൻസ്ഫോം ഫ്രം വൺ ഫോം ടു അനദർ എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്? ടോട്ടൽ എനർജി ഓഫ് ദ സിസ്റ്റം റിമെയിൻസ് കോൺസ്റ്റന്റ് എന്നാണ് പറയുന്നത്. അപ്പൊ അത് ഓപ്ഷൻ ഏതായിരിക്കും? ഓപ്ഷൻ എ പറയുന്ന ടോട്ടൽ ഇന്റേണൽ എനർജി ഓഫ് ദ സിസ്റ്റം ഡ്യൂറിംഗ് എ പ്രോസസ് റിമെയിൻസ് കോൺസ്റ്റന്റ്. അത് തെറ്റാണ്, അങ്ങനെയല്ല പറയുന്നത്. ടോട്ടൽ എനർജി ഓഫ് ദ സിസ്റ്റം റിമെയിൻസ് കോൺസ്റ്റന്റ്. ഓപ്ഷൻ ബി കറക്റ്റ് ആൻസർ ആണ്. ടോട്ടൽ എനർജി ഓഫ് ദ സിസ്റ്റം, അത് എല്ലാവർക്കും മനസ്സിലായി. ടോട്ടൽ എനർജി ഓഫ് ദ സിസ്റ്റം റിമെയിൻസ് കോൺസ്റ്റന്റ് ആണ്. നേരത്തെ എഴുതിയിരുന്നു Q is equal to ഡെൽറ്റ യു പ്ലസ് W എന്ന് എഴുതിയായിരുന്നു. ഇനി അടുത്ത് ഇന്റേണൽ എനർജി ഒരു പ്രോസസ്സിൽ ചേഞ്ച് ആവും കേട്ടോ. ഇവിടെ ഇന്റേണൽ എനർജി ഓഫ് എ സിസ്റ്റം, ഇന്റേണൽ എനർജി ഓഫ് എ സിസ്റ്റം ഡ്യൂറിംഗ് എ പ്രോസസ് റിമെയിൻസ്. ഇത് തെറ്റാണ്, ഇത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇന്റേണൽ എനർജി വേരി ചെയ്യും, അത് ഓർക്കുക. വർക്ക് ഡൺ ബൈ എ സിസ്റ്റം ഈസ് ഈക്വൽ ടു ഹീറ്റ് ട്രാൻസ്ഫർ ബൈ ദ സിസ്റ്റം. അത് തെറ്റാണ്. വർക്ക് ഡൺ എന്ന് പറയുന്നത് ഇല്ല. Q is equal to ഡെൽറ്റ യു പ്ലസ് W ആണ്. അപ്പൊ വർക്ക് ഡൺ ഒരിക്കലും ഈ പറയുന്ന പോലെ ഹീറ്റ് ട്രാൻസ്ഫറിന് ഈക്വൽ ആവത്തില്ല. അപ്പൊ അത് തെറ്റായിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ്, ഇത് തെറ്റാണ്. ഈ ഡി എന്ന് പറയുന്നത് ഇന്റേണൽ എനർജി, എൻതാൽപ്പി ആൻഡ് എൻട്രോപ്പി ഡ്യൂറിംഗ് എ പ്രോസസ് റിമെയിൻസ് കോൺസ്റ്റന്റ്. അതും തെറ്റാണ്. അത് ഓരോ പ്രോസസ്സിനും ഈ പറയുന്ന പോലെ ചേഞ്ച് ചെയ്യും. ഓക്കെ, അത് ഒരിക്കലും കോൺസ്റ്റന്റ് ആവത്തില്ല. എല്ലാ പ്രോസസ്സിലും ചേഞ്ച് ആവും, ഒരിക്കലും ഇന്റേണൽ എനർജി, എൻതാൽപ്പി, എൻട്രോപ്പി കോൺസ്റ്റന്റ് ആവത്തില്ല. അതോടൊപ്പം ഡിയും തെറ്റാണ്. അപ്പൊ ഇതില് ഡൗട്ട് ഉണ്ടോ? അപ്പൊ ആദ്യത്തെ 10 ക്വസ്റ്റ്യനിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന ഓപ്പൺ സിസ്റ്റം എന്താണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ഓപ്പൺ സിസ്റ്റത്തിൽ മാസ് ട്രാൻസ്ഫർ, എനർജി ട്രാൻസ്ഫർ ഉണ്ടാവും. പിന്നെ ഒരു എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടിയുടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അത് മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി. അത് കഴിഞ്ഞ് അബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് -273 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിന് നമുക്ക് 0 കെൽവിൻ എന്നൊക്കെ പറയാം, അല്ലേ? 0 കെൽവിൻ എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പം അത് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഈ ഒരു പേജ് ഞാൻ ആഡ് ചെയ്ത് ഈ ഒരു കാര്യം ഓർത്ത് വയ്ക്കുക. ദാറ്റ് ഈസ് അബ്സല്യൂട്ട് സീറോ. ഇത് മറന്നു പോകരുത്. അബ്സല്യൂട്ട് സീറോ ഇമ്പോർട്ടന്റ് ആണ്. അബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു -273 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതെന്ന് പറയുന്നത് എന്തിനേക്കാണ്? 0 കെൽവിൻ ആണ്. 0 കെൽവിൻ. അതുപോലെ സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ. സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടറും ഇമ്പോർട്ടന്റ് ആണ്. സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 4.187 കിലോ ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. ഓക്കെ, അതൊന്ന് ഓർക്കുക. അതുപോലെ തന്നെ കാർനോട്ട് റെഫ്രിജറേഷനിൽ നമ്മൾ ഹൈ ടെമ്പറേച്ചർ, ഈ പറയുന്ന ഹീറ്റ് റിജക്റ്റഡ്, ഹീറ്റ് അബ്സോർബ്ഡ് അല്ല, ഹീറ്റ് റിജക്റ്റഡ് കണ്ടുപിടിച്ച QH എന്ന് പറയുന്നത് QL പ്ലസ് W എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്തതാണ്. അതുപോലെ ഹീറ്റ് ആൻഡ് വർക്ക് എന്ന് പറയുന്ന പാത്ത് ഫംഗ്ഷൻ ആണ്. അതും ഒന്ന് ഓർത്ത് വയ്ക്കുക, പാത്ത് ഫംഗ്ഷൻ ആണ്. ഇത്രയും കാര്യങ്ങളാണ് എന്താ നമ്മൾ ഈ പറഞ്ഞ ക്വസ്റ്റ്യനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ഒന്ന് ഓർത്തിരിക്കേണ്ട കാര്യം. ഓക്കെ, ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്, ബട്ട് ക്യാൻ ബി ട്രാൻസ്ഫോർഡ് ഫ്രം വൺ ഫോം ടു അനദർ. ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോൺ ആസ്. സ്റ്റേറ്റ്മെന്റ് എന്ത് പറയാം? 11ാമത്തെ ക്വസ്റ്റ്യൻ. എല്ലാവർക്കും ആൻസർ പറയാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. പറയാവോ? 0th ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണോ? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണോ? സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണോ? ഓപ്ഷൻ ബി ആണ്, അല്ലെ? ഓപ്ഷൻ ബി ആണ്. എല്ലാവർക്കും അറിയാന്നുള്ളത് തന്നെയാണ്. ദാറ്റ് ഈസ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഓക്കെ, ഇനി എന്റെ ചോദ്യം, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്തിനെയാണ് ഡിഫൈൻ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എന്ത് പറയാം? എന്തിനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്തിനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? ആർക്കെങ്കിലും അറിയാവോ? അതുപോലെ 0th ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്തിനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? അതുപോലെ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്തിനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? ഒരു ചോദ്യമായിട്ട് ചോദിക്കാം. എൻതാൽപ്പി, അല്ലെ? അതെ, ഫസ്റ്റ് ലോ ഡിഫൈൻ ചെയ്യുന്ന എൻതാൽപ്പി അല്ല, ഇന്റേണൽ എനർജി. ഇന്റേണൽ എനർജി ഫസ്റ്റ് ലോ എൻതാൽപ്പി അല്ല, ഇന്റേണൽ എനർജി, ഡെൽറ്റ യു, ഇന്റേണൽ എനർജിനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. 0th ലോ ഡിഫൈൻ ചെയ്യുന്നത് എന്തിനാണ്? 0th ലോ ടെമ്പറേച്ചറിനെയാണ് എന്താ ഡിഫൈൻ ചെയ്യുന്നത്. ഇനി അതുപോലെ സെക്കൻഡ് ലോ ഡിഫൈൻ ചെയ്യുന്ന എൻട്രോപ്പിനെയാണ് എന്താ സെക്കൻഡ് ലോ ഡിഫൈൻ ചെയ്യുന്നത്. അത് ഓർത്തു വയ്ക്കുക. 0th ലോ ടെമ്പറേച്ചറിനെ ഡിഫൈൻ ചെയ്യുന്നു, ഫസ്റ്റ് ലോ ഇന്റേണൽ എനർജിയെ ഡിഫൈൻ ചെയ്യുന്നു, സെക്കൻഡ് ലോ എൻട്രോപ്പിയെ ഡിഫൈൻ ചെയ്യുന്നു. അതെ,
സീറോ, അതായത് തേർഡ് ലോ നോക്കുകയാണെങ്കിൽ എന്താ അബ്സലൂട്ട് സീറോ ആണ് എന്താ തേർഡ് ലോ ഡിഫൈൻ ചെയ്യുന്നത്. അതും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കെൽവിൻ പ്ലാങ്ക്സ് ലോ ഡീൽസ് വിത്ത്. കെൽവിൻ പ്ലാങ്ക്സ് ലോ എന്തിനെയാണ് ഡീൽ ചെയ്യുന്നത്? കൺസർവേഷൻ ഓഫ് വർക്ക് ആണോ? ഓപ്ഷൻ എ ആണോ? കൺസർവേഷൻ ഓഫ് ഹീറ്റ് ആണോ? അതോ കൺസർവേഷൻ ഉണ്ട്, അതേപോലെ കൺവേർഷൻ ഓഫ് ഹീറ്റ് ഇൻറ്റു വർക്ക് ആണോ? അതോ കൺവേർഷൻ ഓഫ് വർക്ക് ഇൻറ്റു ഹീറ്റ് ആണോ? എന്താണ് ഓപ്ഷൻ? ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ടുള്ള? ഇതും സിമ്പിൾ ആയിട്ട് ഉള്ളൊരു കാര്യമാണ്. നമ്മൾ മനസ്സിലായി. അങ്ങനെ സെക്കൻഡ് ലോയ്ക്ക് രണ്ട് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അത് രണ്ട് പാരലൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ഓപ്ഷൻ സി, അതെ കറക്റ്റ് ആണ്, ഓപ്ഷൻ സി ആണ്. നമ്മൾ ഹീറ്റിനെ എന്ത് ചെയ്തു? ഹീറ്റിനെ വർക്കായിട്ട് കൺവേർട്ട് ചെയ്തു. അതിന്റെ ഡയറക്ഷനും കാര്യങ്ങളൊക്കെ പറയുന്നതാണ് എന്താ നമ്മുടെ കെൽവിൻ പ്ലാങ്ക്സ് ലോ എന്ന് പറയുന്നത്, അല്ലെ? അപ്പം അതില് ഒരു എഞ്ചിനും സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എഞ്ചിനും 100% എഫിഷ്യൻസി അല്ല. ദിൽപ്രസാദ് എനിക്കൊന്ന് ഓഫ്ലൈൻ ക്ലാസ്സിലൊക്കെ ഉള്ളതാണ്. ഓക്കെ, ആൻസർ ഒക്കെ പറയാം കേട്ടോ. അപ്പോ നമ്മുടെ ക്വസ്റ്റ്യൻ കെൽവിൻ പ്ലാങ്ക്സ് ഡീൽസ് വിത്ത് കൺവേർഷൻ ഓഫ് എന്താ ഹീറ്റ് ഇൻറ്റു വർക്ക്, അല്ലെ? ഹീറ്റ് ഇൻറ്റു വർക്ക്. അപ്പൊ അവിടെ പറയുന്നത് ഒരു ഹീറ്റ് എഞ്ചിനും 100% എന്തില്ല? എഫിഷ്യൻസി ഇല്ല. എഫിഷ്യൻസി ഓഫ് ഹീറ്റ് എഞ്ചിൻ എന്ന് പറയുന്നത് ലെസ് ദാൻ 100 ആണ്. എഫിഷ്യൻസി ഓഫ് ഹീറ്റ് എഞ്ചിൻ അല്ലെങ്കിൽ ഒരു എഞ്ചിന്റെയും എഫിഷ്യൻസി 100% അല്ല, 100% അല്ലെന്നാണ് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ഓക്കെ ആണോ? മനസ്സിലായോ? എന്ന് വെച്ചാൽ നമ്മള് ഈ പറയുന്ന ബോയിലറിലേക്ക് ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ കൊടുക്കുന്ന ഹീറ്റ് കംപ്ലീറ്റ് എന്താകത്തില്ല? വർക്കാക്കി മാറ്റത്തില്ല. കാരണം അത് ഈ പറയുന്ന പോലെ സ്റ്റീമായിട്ട് ടർബൈനിൽ പോയി ടർബൈനെ കറക്കി, പിന്നെ അത് കഴിഞ്ഞ് കണ്ടൻസറിൽ പോയിട്ട് പിന്നെ ലിക്വിഡായി അങ്ങനെ കറങ്ങിയല്ലേ പറഞ്ഞ. ഒരിക്കലും എഫിഷ്യൻസി 100% കിട്ടത്തില്ല എന്നാണ് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. കൺവേർഷൻ ഓഫ് ഹീറ്റ് ഇൻറ്റു വർക്ക്, ഹീറ്റിനെ വർക്കാക്കും, അതാണ് അവരുടെ കാര്യം. ഇനി നമുക്ക് അടുത്ത 13ാമത് ക്വസ്റ്റ്യനും അതും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് അക്കോർഡിംഗ് ടു ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ് ഓഫ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. അപ്പൊ നമ്മൾ ഇത് പാരലൽ സ്റ്റേറ്റ്മെന്റ് ആണ്, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് പാരലൽ സ്റ്റേറ്റ്മെന്റ് ആണ്. സെക്കൻഡ് ലോ എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ സെക്കൻഡ് ലോയിൽ കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റും അതുപോലെ ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റും അറിഞ്ഞിരിക്കണം. അപ്പോ ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റിനെ പറ്റി ഓപ്ഷൻ ഏതാണ് കറക്റ്റ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? കറക്റ്റ് ആണ് ചോദിച്ചത്. ഓപ്ഷൻ ബി പറഞ്ഞു. വേറെ ഏതെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ? വേറെ ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? എല്ലാവർക്കും ഓപ്ഷൻ ബി തന്നെയാണ്. അപ്പൊ ഓപ്ഷൻ എ പറയുന്നത് ഇറ്റ് ഈസ് പോസിബിൾ ടു ട്രാൻസ്ഫർ ഹീറ്റ് ഫ്രം എ ലോവർ ബോഡി അറ്റ് എ ലോവർ ടെമ്പറേച്ചർ ടു, അത് തെറ്റാണ് അല്ലെ? ഇറ്റ് ഈസ് പോസിബിൾ അല്ല, അത് ഇമ്പോസിബിൾ അല്ലെ? ഇനി അടുത്ത ഓപ്ഷൻ ബി എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ട്രാൻസ്ഫർ ഹീറ്റ് ഫ്രം എ ബോഡി അറ്റ് എ ലോവർ ടെമ്പറേച്ചർ ടു എ ഹയർ ടെമ്പറേച്ചർ വിത്തൗട്ട് ദ എയ്ഡ് ഓഫ് എക്സ്റ്റേണൽ സോഴ്സ്. അത് കറക്റ്റ് ആണ്. അപ്പൊ അത് പോസിബിൾ ആവണമെങ്കിൽ വിത്ത് ദ എയ്ഡ് ഓഫ് എക്സ്റ്റേണൽ സോഴ്സ് എന്ന് വെച്ചാൽ ഒരു എക്സ്റ്റേണൽ എയ്ഡ് കൊണ്ട് നമുക്ക് ലോ ടെമ്പറേച്ചറിന് എന്താ ഹയർ ടെമ്പറേച്ചറിലോട്ട് മാറ്റാൻ പറ്റും. എപ്പോഴാണ് ഇമ്പോസിബിൾ? വിത്തൗട്ട് ദ എയ്ഡ് ഓഫ് എക്സ്റ്റേണൽ സോഴ്സ്. എപ്പോഴാണ് അത് ഇമ്പോസിബിൾ ആവുന്നത്? ഒരു എക്സ്റ്റേണൽ സോഴ്സ് ഇല്ലാത്തപ്പോൾ ലോ ടെമ്പറേച്ചറിൽ നിന്ന് ഹീറ്റിന് ഹയർ ടെമ്പറേച്ചറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തില്ല. അതെപ്പോ പോസിബിൾ ആവും? ഒരു എക്സ്റ്റേണൽ സോഴ്സ് വർക്ക് ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ ഹീറ്റിന് നമുക്ക് എന്താ ലോ ടെമ്പറേച്ചറിൽ നിന്ന് ഹയർ ടെമ്പറേച്ചറിലോട്ട് എന്താ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അടുത്ത ഓപ്ഷൻ സി ഇറ്റ് ഈസ് പോസിബിൾ ടു ട്രാൻസ്ഫർ ഹീറ്റ് ഫ്രം എ ബോഡി അറ്റ് എ ലോവർ ടെമ്പറേച്ചർ ടു എ ബോഡി അറ്റ് എ ഹയർ ടെമ്പറേച്ചർ ബൈ യൂസിങ് റെഫ്രിജറേഷൻ സൈക്കിൾ. അതല്ല, അങ്ങനെയല്ല, ഇതല്ല കേട്ടോ. ഇതും ഇങ്ങനെയല്ല എന്താ കെൽവിൻ പ്ലാങ്ക്സ് അല്ലെ ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ് എന്താ ഡിഫൈൻ ചെയ്യുന്നത്. ഇങ്ങനെയല്ല ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ് ഡിഫൈൻ ചെയ്യുന്നത്, അത് ഓർക്കുക. അപ്പൊ ഇതല്ല. അപ്പൊ ഓപ്ഷൻ ബി ആണ് എന്താ? ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഡൗട്ട് ഉണ്ടോ? ഈ ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ് എന്തിനെ പറ്റിയാണ്? ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ് ഈ പറയുന്ന എന്തിനെ പറ്റിയാണ് പറയുന്നത്? റെഫ്രിജറേറ്ററും അതുപോലെ ഹീറ്റ് പമ്പിനെ പറ്റിയാണ്. റെഫ്രിജറേറ്ററും ഹീറ്റ് പമ്പ്, അതൊന്ന് ഓർത്തു വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 14ാം ക്വസ്റ്റ്യൻ. It is according to Kelvin Planck statement of second law of thermodynamics. ഏതാണ് കറക്റ്റ്? ഇതിന്റെ ഓപ്ഷൻ ഏതാണ് കറക്റ്റ് എന്നാണ്? അക്കോർഡിംഗ് ടു
കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് ഓഫ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. അപ്പൊ നമ്മൾ പറഞ്ഞായിരുന്നു ഈ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ് ഉള്ളത്. ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അതുപോലെ കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഓപ്ഷൻ എ പറയുന്നത് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു കൺസ്ട്രക്ട് എനി an engine working on a cyclic process whose sole purpose is to convert heat into work. ഓപ്ഷൻ എ പറഞ്ഞവരുണ്ട്. ഓപ്ഷൻ ബി ഇറ്റ് ഈസ് പോസിബിൾ ടു കൺസ്ട്രക്ട് ആൻ എഞ്ചിൻ വർക്കിംഗ് ഓൺ എ സൈക്കിൾ പ്രോസസ്. ഇത് ഇറ്റ് ഈസ് പോസിബിൾ എന്നുള്ള വാക്കേ പറഞ്ഞിട്ടില്ല, അത് ഓർത്തു. ഇറ്റ് ഈസ് പോസിബിൾ എന്ന് പറഞ്ഞിട്ടില്ല, രണ്ടും പറഞ്ഞത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ പോസിബിൾ എന്ന് പറയുമ്പോൾ അതങ്ങ് വെട്ടിക്കളയുക. ഓപ്ഷൻ സി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു കൺസ്ട്രക്ട് എ ഡിവൈസ് വിച്ച് ഓപ്പറേറ്റ് ഇൻ എ സൈക്ലിക് പ്രോസസ് and produce no effect other than transferring heat from cold body to hot body. അല്ല, hot body to cold body. ഇത് പറയുന്ന ഓപ്ഷൻ എ ആണ്. എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. കാരണം ഈ കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഹൈ ടെമ്പറേച്ചറിൽ നിന്ന് ലോ ടെമ്പറേച്ചറിലോട്ട് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുമ്പോൾ നമുക്ക് എന്താ വർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, അതാണ് പറയുന്നത്. അതാണ് ഓപ്ഷൻ എ എന്ന് പറയുന്നത്. അതിന് നേരെ തിരിച്ച് പറഞ്ഞേക്കണേ ഉള്ളൂ. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു കൺസ്ട്രക്ട് ആൻ എഞ്ചിൻ വർക്കിംഗ് ഓൺ എ സൈക്കിൾ പ്രോസസ് whose sole purpose is convert heat into work. പക്ഷേ ഹീറ്റിനെ കംപ്ലീറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരു എഞ്ചിൻ ഇങ്ങനെ വർക്ക് ചെയ്യത്തില്ലെന്ന്. ഹൈ ടെമ്പറേച്ചറിൽ നിന്ന് ഹീറ്റ് എടുത്ത് അത് കംപ്ലീറ്റ് എന്താക്കാൻ പറ്റത്തില്ല, കംപ്ലീറ്റ് വർക്ക് ആക്കാൻ പറ്റത്തില്ല ഒരു ഹീറ്റ് എഞ്ചിൻ ആണെങ്കിൽ. അപ്പൊ പക്ഷെ അവിടെ നമുക്കൊരു സിങ്ക് എന്ന് പറയുന്ന ഒരു റിസർവോയർ ഉണ്ടെങ്കിൽ, ലോ ടെമ്പറേച്ചറിലെ സിങ്ക് എന്ന് പറയുന്ന റിസർവോയർ ഉണ്ടെങ്കിൽ നമുക്ക് അതെന്താണ് പോസിബിൾ ആണ്. അപ്പൊ ഹീറ്റിനെ കംപ്ലീറ്റ് വർക്ക് ആക്കാൻ പറ്റത്തില്ല എന്നാണ് എന്താ കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ഓക്കെ, ഇത് മനസ്സിലായോ? ഈ സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളൊക്കെ മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇതുവരെ പഠിപ്പിച്ചാൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അങ്ങനെ 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹീറ്റ് ഫ്ലോ ഫ്രം കോൾഡ് ബോഡി ടു ഹോട്ട് ബോഡി വിത്ത് ദ എയ്ഡ് ഓഫ് എക്സ്റ്റേണൽ സോഴ്സ്. ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഗിവൺ ബൈ. സ്റ്റേറ്റ്മെന്റ് ആരാ തന്നിരിക്കുന്നത്? കെൽവിൻ ആണോ, ജൂൾ ആണോ, ക്ലോഷ്യസ് ആണോ, അത് ലൂസാക്ക് ആണോ? അതെ, ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഹീറ്റ് ഫ്ലോ ഫ്രം cold body to hot body with the aid of external source is a process statement. കറക്റ്റ് ആണ്. അടുത്ത ഒരു പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻ നമുക്ക് എന്താ നോക്കാം. അതിലോട്ട് വരാം. കുറച്ച് തിയറി ക്വസ്റ്റ്യൻ നോക്കാം. അല്ലെങ്കിൽ പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻ കുറച്ച് ടൈം എടുക്കും. അടുത്ത സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഡിഫൈൻ. സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്തിനാണ് ഡിഫൈൻ ചെയ്യുന്നത്? ഹീറ്റ്, വർക്ക്, ഇന്റേണൽ എനർജി, എൻട്രോപ്പി. ഓപ്ഷൻ ഡി നമ്മളത് ഡിസ്കസ് ചെയ്തതാണ്. എൻട്രോപ്പിയാണ് എന്താ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഡിഫൈൻ ചെയ്യുന്നത്. അതെ. ഒരുപാട് പേര് പറഞ്ഞു. സെക്കൻഡ് ലോ ഒരു പ്രോസസ്സ് ഏത് ഡയറക്ഷനിൽ നടക്കുമെന്ന് ഡിഫൈൻ ചെയ്യുന്ന ശരിക്കും പറഞ്ഞത് എന്താണ്? സെക്കൻഡ് ലോ ആണ്. കാരണം ഈ പറയുന്ന ഹൈ ടെമ്പറേച്ചർ ലോവർ ടെമ്പറേച്ചറിൽ നടക്കുന്ന ലോ ടെമ്പറേച്ചർ ഹൈ ടെമ്പറേച്ചർ ആ ഡയറക്ഷൻ പറയുന്ന സെക്കൻഡ് ലോ ആണ്. അപ്പൊ ഒരു പ്രോസസ്സ് നടക്കുന്ന ഡയറക്ഷൻ പറയുന്നത് ഏത് ലോ എന്ന് ചോദിച്ചാൽ അത് സെക്കൻഡ് ലോ ആണ്. ഇവിടെ ഡിഫൈൻ ചെയ്യുന്ന എൻട്രോപ്പി ആണ്. അത് ഒരു സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ അതിൽ എന്തുമാത്രം ഡിസോർഡർനെസ് അല്ലെങ്കിൽ ഈ പറയുന്ന ഗ്യാസിന്റെ മൂവ്മെന്റ് എന്തുമാത്രം ഡിസോർഡർനെസ് അല്ലെങ്കിൽ റാൻഡംനെസ് ഉണ്ട് എന്ന് പറയുന്നതിനെയാണ് നമ്മൾ എൻട്രോപ്പി എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഐസ് വാട്ടറായിട്ട് മെൽറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എൻട്രോപ്പി അവിടെ ഇൻക്രീസ് ചെയ്യാം. അപ്പം ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുമ്പോഴൊക്കെ എന്താണ് എൻട്രോപ്പി ഇൻക്രീസ് ചെയ്യാം. ദ ബിഹേവിയർ ഓഫ് സൂപ്പർ ഹീറ്റഡ് വേപ്പർ, സൂപ്പർ ഹീറ്റഡ് സ്റ്റീം അല്ലെങ്കിൽ സൂപ്പർ ഹീറ്റഡ് വേപ്പർ ഈസ് സിമിലർ ടു പെർഫെക്റ്റ് ഗ്യാസ്, എയർ, സ്റ്റീം, ഓർഡിനറി ഗ്യാസ്. നമ്മൾ സൂപ്പർ ഹീറ്റഡ് വേപ്പർ പെർഫെക്റ്റ് ഗ്യാസ് ആയിട്ടാണ് എന്താ ട്രീറ്റ് ചെയ്യുന്നത്. ഓർക്കുക, പെർഫെക്റ്റ് ഗ്യാസ് ആയിട്ട്. ഓക്കെ, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, അടുത്ത 19ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. ഇത് ഏത് ലോ എന്നാണ് ചോദിക്കുന്നത്? ഓൾ പെർഫെക്റ്റ് ഗ്യാസസ് ചേഞ്ചസ് ഈസ് വോളിയം ബൈ 1/273 of the original volume at 0 degrees Celsius for every 1 degree Celsius change in temperature when the pressure remains constant. ഇത് ഏത് ലോ ആണ്? ബേസിക് തെർമോഡൈനാമിക്സിന്റെ ഏത് ലോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്? വോളിയം. അതെ. വോളിയം ഇത് മീൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ വോളിയം ചേഞ്ച് ചെയ്യുമ്പോൾ പ്രഷറും ചേഞ്ച് ചെയ്യും. വോളിയം ചേഞ്ച് ചെയ്യുമ്പോൾ പ്രഷറും ചേഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളിയം ഡയറക്ട്ലി
വോളിയം ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ടെമ്പറേച്ചറും ചേഞ്ച് ചെയ്യാം. ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്ന ഒന്നുകൂടെ പറയാം. വോളിയം ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ടെമ്പറേച്ചറും ചേഞ്ച് ചെയ്യാം. എന്ന് വെച്ചാൽ വോളിയം ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ടെമ്പറേച്ചർ, പ്രഷർ റിമെയിൻസ് കോൺസ്റ്റന്റ്. അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ വോളിയം ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ടെമ്പറേച്ചർ, അല്ലെങ്കിൽ V/T എന്ന് പറയുന്ന ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് അത് ഏത് ലോ ആണ്? ദാറ്റ് ഈസ് ചാൾസ് ലോ ആണ്. ഓക്കെ ആണോ? അപ്പൊ എല്ലാവരും അതിന്റെ കറക്റ്റ് ആൻസർ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫോർ എ പെർഫെക്റ്റ് ഗ്യാസ് അക്കോർഡിംഗ് ടു ബോയിൽസ് ലോ പെർഫെക്റ്റ് ഗ്യാസ് എങ്ങനെയായിരിക്കും? ബോയിൽസ് ലോ ആണ് ചോദിച്ചിരിക്കുന്നത്. ബോയിൽസ് ലോ എന്താ പറയുന്നത്? PV ഈക്വൽ ടു കോൺസ്റ്റന്റ്, T ഈക്വൽ കുറച്ച് പേരൊക്കെ ആൻസർ പറയുന്നുണ്ട്. വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻ ഉണ്ട്. V/T റിമെയിൻസ് കോൺസ്റ്റന്റ്. എല്ലാവരും ആണ്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മുടെ ബോയിൽസ് ലോ പറയുന്നത് അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ പ്രഷർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം. അത് തന്നെയാണ് പറയുന്നത്. അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആവുന്ന സമയത്ത് പ്രഷർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം. അപ്പൊ ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് മാറ്റാൻ വേണ്ടി നമുക്ക് C കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെ? ഈക്വൽ ടു ഇട്ടിട്ട് C കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. C/V എന്ന് എഴുതാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത PV ഈക്വൽ ടു എന്താ? കോൺസ്റ്റന്റ്. PV ഈക്വൽ ടു കോൺസ്റ്റന്റ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ, അതിനെയാണ് എന്താ പറയുന്നത്? അതായത് ബോയിൽസ് ലോ എന്ന് പറയുന്നത്. അപ്പൊ ഓപ്ഷൻ A ആണ് എന്താ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ. ഇനി V/T കോൺസ്റ്റന്റ്, P ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ ചാൾസ് ലോ ആണ്. ഓപ്ഷൻ ബി ചാൾസ് ലോ ആണ്. ഇനി P/T ഇഫ് B ഈസ് കെപ്റ്റ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഇത് ഗേ-ലൂസാക്ക് ലോ ആണ്. ഓക്കെ. ഇത് ഓപ്ഷൻ C എന്ന് പറയുന്നത് ഗേ-ലൂസാക്ക് ലോ ആണ്. ഗേ-ലൂസാക്ക് ലോ ആണ്. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടായിരുന്നു. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ചാൾസ് ലോ. ഓക്കെ ആണോ? അപ്പൊ നമ്മള് 20 ക്വസ്റ്റ്യൻ നോക്കിയായിരുന്നു. അതിൽ ഒരു പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻ ഉണ്ട്. ആ പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യനും വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പൊ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യനിലേക്ക് പോയിട്ട് വരാം, അല്ലെ? അപ്പൊ 16ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അതും ഒന്ന് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാൻ നോക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ദ എഞ്ചിൻ ഫ്രം എ ഫർണസ് അറ്റ് ദ റേറ്റ് ഓഫ് 80 മെഗാവാട്ട്. ഓക്കെ. അപ്പൊ ഹീറ്റ് എഞ്ചിൻ ആണ്. ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം എ ഫർണസ് Q in നമുക്ക് തന്നിട്ടുണ്ട്. It is 80 മെഗാവാട്ട് എന്ന് തന്നിട്ടുണ്ട്. The rate of waste heat rejected to a nearby river is 50 മെഗാവാട്ട്. എന്ന് വെച്ചാൽ Q out തന്നിട്ടുണ്ട്. ആൻസർ വളരെ സിമ്പിൾ ആണ്. 50 മെഗാവാട്ട് ആണ്. പവർ ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചത്. നെറ്റ് പവർ ഔട്ട്പുട്ട് ഓഫ് എ ഹീറ്റ് എഞ്ചിൻ. അപ്പൊ ഹീറ്റ് എഞ്ചിന്റെ വർക്ക് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ കറക്റ്റ്. അത്രേ ഉള്ളൂ. അത്രയും സമയം മതി. ഒരു മിനിറ്റിന്റെ ആൻസറിൽ നമുക്ക് കിട്ടും. ഒരാൾ പറഞ്ഞു, ബാക്കി എല്ലാവർക്കും ഇത് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം നമ്മുടെ ഹീറ്റ് എഞ്ചിൻ എന്ന് പറയുമ്പോൾ അവിടെ വർക്ക് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് Qin minus Q. That is equal to 80 minus 50. That is equal to 30 മെഗാവാട്ട്. 30 മെഗാവാട്ട് ആണ് എന്താ ആൻസർ. മെഗാ എന്ന് പറയുന്ന 10⁻⁶ ആണ്. ചിലപ്പോൾ ഓപ്ഷനിൽ 30 × 10⁻⁶ വാട്ട് എന്നും കാണും. മെഗാ എന്ന് പറഞ്ഞാൽ 10⁻⁶ ആണ്. ഓർത്ത് വയ്ക്കുക. കിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁻³ ആണ്. മെഗാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁻⁶ ആണ്. ജിഗാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 10⁻⁹ ആണ്. ഓക്കെ ആണോ? മനസ്സിലായോ? ഓക്കെ. ഇപ്പൊ നമ്മൾ നോക്കിയായിരുന്നു അല്ലെ? നമ്മള് 20ാമത്തെ ക്വസ്റ്റ്യൻ വരെ നോക്കിയായിരുന്നു അല്ലെ? അപ്പോൾ ഈ 20 ക്വസ്റ്റ്യനും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ്, ക്ലോഷർ സ്റ്റേറ്റ്മെന്റ്, വർക്ക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് Qin minus Q out ആണ്. ചാൾസ് ലോ, ബോയിൽസ് ലോ, ഇതൊക്കെ നമ്മൾ നോക്കുക. ഇതൊക്കെ ബേസിക്സ് ആണ്. അപ്പൊ 21ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആസ് പെർ ചാൾസ് ലോ. നമ്മൾ പറഞ്ഞാണ് സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞു പോകുന്നു. ചാൾസ് ലോ പറയുന്നത് വെച്ചാൽ അറ്റ് പ്രഷർ
കോൺസ്റ്റന്റ് ആയിരിക്കുന്ന സമയത്ത് വോളിയം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ഓപ്ഷൻ ബി ആണെന്താ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇതെല്ലാവരും കിട്ടിയ ആൻസർ അല്ലേ? അടുത്ത 22ാമത്തെ ക്വസ്റ്റ്യൻ. ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് വോളിയം ഓഫ് ദ ഗ്യാസ് ബിക്കം സീറോ ഈസ് കോൾഡ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ വോളിയം ഓഫ് ദ ഗ്യാസ് ബിക്കം സീറോ ഈസ് കോൾഡ്. അതിന് എന്ത് പറയാം? തിയറട്ടിക്കൽ ടെമ്പറേച്ചർ ആണെന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് കറക്റ്റ്. ദാറ്റ് ഈസ് അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ. അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ. അതിന്റെ ടെമ്പറേച്ചർ എന്ന് അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് അത് ഡിഗ്രി സെൽഷ്യസിൽ പറയുകയാണെങ്കിൽ ദാറ്റ് ഈസ് -273 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ദാറ്റ് ഈസ് 0 കെൽവിൻ എന്ന് പറയാം. 0 കെൽവിൻ. അതും വളരെ ഇമ്പോർട്ടൻ്റ്. ദ അബ്സല്യൂട്ട് സീറോ പ്രഷർ വിൽ ബി. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അബ്സല്യൂട്ട് സീറോ പ്രഷർ. അബ്സല്യൂട്ട് ഓപ്ഷൻ എ എന്ന് പറയുന്നത് when molecular momentum of the system becomes zero at sea level at the temperature of -273 Kelvin at the center of the earth. ഇതാണ് ഓപ്ഷൻ. അബ്സല്യൂട്ട് സീറോ പ്രഷർ എന്ന് പറഞ്ഞാൽ അവിടെ മോളിക്കുലർ മൊമെന്റം ഓഫ് ദ സിസ്റ്റം, ആ സിസ്റ്റത്തിന്റെ മോളിക്കുലർ മൊമെന്റം സീ ലെവൽ അല്ല കേട്ടോ, അത് സീ ലെവൽ അല്ല, അത് സീ ലെവൽ അല്ല. മോളിക്കുലർ മൊമെന്റം ഓഫ് ദ സിസ്റ്റം ഈ സീ ലെവൽ അബ്സല്യൂട്ട് സീറോ. ഇത് അബ്സല്യൂട്ട് പ്രഷർ അല്ല. ഇപ്പം ഈ ബി ഓപ്ഷൻ മറ്റേ ഫ്ലൂയിഡ് മെക്കാനിക്സ് പഠിച്ചിട്ട് ഇരിക്കുന്നതുകൊണ്ട് ബി ഓപ്ഷൻ നമുക്ക് തോന്നും അല്ലെ, അതല്ല കേട്ടോ, അതല്ല. ഇത് അബ്സല്യൂട്ട് സീറോ പ്രഷർ ആണ്. നമ്മളെ രണ്ട് പ്രഷർ, ഈ ഗേജ് പ്രഷറും വാക്വം പ്രഷറും, അത് അബ്സല്യൂട്ട് സ്കെയില്, ഫ്ലൂയിഡ് മെക്കാനിക്സ് അതൊക്കെ പഠിച്ചിട്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു കൺഫ്യൂഷൻ. ഇത് അബ്സല്യൂട്ട് സീറോ എന്നാണ് പറയുന്നത്. ആ സീറോ എന്നുള്ള വാക്ക് നോക്കുക, അബ്സല്യൂട്ട് സീറോ പ്രഷർ ആണ്, അബ്സല്യൂട്ട് പ്രഷർ അല്ല. ഓക്കെ ആണോ? ഇനി അടുത്ത് ഓർത്ത് നോക്കുക. അബ്സല്യൂട്ട് സീറോ പ്രഷർ ക്യാൻ ബി അറ്റൈൻ അറ്റ് എ ടെമ്പറേച്ചർ ഓഫ്. അബ്സല്യൂട്ട് സീറോ പ്രഷർ ഏത് ടെമ്പറേച്ചറിലാണ് അറ്റൈൻ ചെയ്യാൻ പറ്റുന്നത്? 0 ഡിഗ്രി സെൽഷ്യസ് ആണോ, 273 ഡിഗ്രി സെൽഷ്യസ് ആണോ, 273 കെൽവിൻ ആണോ, നൺ ഓഫ് ദീസ് ആണോ? ആൻസർ പറയാൻ പറ്റും. അബ്സല്യൂട്ട് സീറോ പ്രഷർ, അബ്സല്യൂട്ട് സീറോ പ്രഷർ അപ്പൊ ഇതിന്റെ ആൻസർ ഓർക്കുക, നൺ ഓഫ് ദീസ് ആണ് കേട്ടോ, നൺ ഓഫ് ദീസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ദ വാല്യൂ ഓഫ് ഗ്യാസ് കോൺസ്റ്റന്റ് ആർ ഇൻ SI യൂണിറ്റ്. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് രണ്ട് ഗ്യാസ് കോൺസ്റ്റന്റ് ആണുള്ളത്. ദാറ്റ് ഈസ് ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റന്റും ഉണ്ട്, അതുപോലെ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റും ഉണ്ട്. ഇവിടെ ഇവിടെ നമുക്ക് വാല്യൂസ് എല്ലാം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റന്റ് വാല്യൂ ഏതാണോ? വേറെ വിജീഷ് അല്ലാതെ വേറെ ആൻസേഴ്സ്? വിജീഷ് ഓപ്ഷൻ ഡി പറഞ്ഞു. വേറെ ഏതെങ്കിലും ആൻസേഴ്സ് ഉണ്ടോ? ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റന്റ് PV = MRT. എല്ലാരും ഡി തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് PV ഈ ഇക്വേഷൻ PV = MRT, ഇതിലെ ടി എന്ന് പറയുന്നതാണ് എന്താ നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റൻ. ഇതിലെ R ആണ്. PV = MRT-യിലെ R, PV = MRT-യിലെ R, ഈ R ആണ് എന്താ നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റൻ. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 287 ആണെങ്കിൽ നമുക്ക് ജൂളിൽ പറയാം, ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. ഓക്കെ ആണോ? ഇനി ജൂളിൽ പറയുകയാണെങ്കിൽ, ഇതിപ്പോ ജൂളിലാണ് പറഞ്ഞത്, ഇനി കിലോ ജൂളിൽ പറയുകയാണെങ്കിൽ R = 0.287, 1000 വെച്ച് ഡിവൈഡ് ചെയ്യുന്നത്, കിലോ ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. ഡൗട്ട് ഉണ്ടോ? ഈ 25 ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? 25 ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? യെസ് ഓർ നോ? റിപ്ലൈ ഇല്ലേ? ഓക്കെ ആണോ? 25 ക്വസ്റ്റ്യൻസ് ഓക്കെ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ഓഫ് എ ഗ്യാസ് ഈസ് എ പ്രൊഡക്റ്റ് ഓഫ്.
യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്, മോളാർ കോൺസ്റ്റന്റ് ഓഫ് ഗ്യാസ് ഇസ് ദ പ്രൊഡക്റ്റ് ഓഫ് എന്താണ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഓപ്ഷൻ എ മോളിക്കുലർ മാസ് ഓഫ് ദ ഗ്യാസ് ആൻഡ് ദ ഗ്യാസ് കോൺസ്റ്റന്റ്. പ്രൊഡക്റ്റ് ഓഫ് എന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ എ ആണ്. ദാറ്റ് ഈസ് മോളിക്കുലർ മാസ് ഓഫ് ദ ഗ്യാസ് ആൻഡ് ദ ഗ്യാസ് കോൺസ്റ്റന്റ്. അപ്പൊ ഡയറക്റ്റ് നിങ്ങൾക്ക് ആൻസർ അറിയാം. നമുക്കറിയാം രണ്ട് ഇക്വേഷൻസ് ആണുള്ളത്. ദാറ്റ് ഈസ് ഈക്വൽ ടു പി വി ഈക്വൽ ടു എം ആർ ടി എന്നുണ്ട്, അതുപോലെ പി വി ഈക്വൽ ടു എൻ ആർ യു ടി എന്നുണ്ട് അല്ലെ. അപ്പൊ ഇതില് ഓർത്ത് വെക്കേണ്ട കാര്യം, നമുക്ക് നമ്പർ ഓഫ് മോൾസ് എന്നിന് ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ ഒരു റിലേഷൻഷിപ്പ് ഡയറക്റ്റ് പഠിച്ചാലും മതി, ഡെറൈവ് ചെയ്യേണ്ടി വരും. ഇത് ഡയറക്റ്റ് ആയിട്ട് പഠിച്ചാൽ മതി. ദാറ്റ് ഈസ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആർ യു എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എം മോളിക്കുലർ മാസ് മൾട്ടിപ്ലൈഡ് ബൈ കാറ്റലിസ്റ്റ് ഗ്യാസ്. ഓക്കെ ആണോ? അല്ലെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ എഴുതാം, മാസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു മോളിക്കുലർ വെയിറ്റ് എന്ന്. മാസിനെ നമുക്ക് നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു മോളിക്കുലർ വെയിറ്റ് എന്നാണ്. ഈ ഒരു ഇക്വേഷൻ ആയിട്ട് ഓർത്ത് വെച്ചാലേ മതി. അപ്പൊ ഈ ഇക്വേഷനിൽ ഇവിടെ ഓർത്ത് വയ്ക്കാം. ഓക്കെ, ഈ ഇക്വേഷൻ ഈ പി വി ഈക്വൽ ടു എം ആർ ടിയിലെ പി വി ഈക്വൽ ടു എൻ ഇൻറ്റു എം ആർ ടി എന്ന് എഴുതി കഴിഞ്ഞാൽ ഈ എം ആറിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? എൻ ഇൻറ്റു ആർ യു ടി എന്ന്. ഈ ഒരു രീതിയിൽ ചെറുതായിട്ട് ഡിറൈവ് ചെയ്ത് പഠിച്ചു വെച്ചാൽ കുറച്ചുകൂടെ ഈസിയാണ്. മാസിനെ നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു മോളിക്കുലർ മാസ് ഒന്നും വിളിക്കാം. ആ രീതിയിൽ ഒന്ന് ഓർത്ത് വെച്ചാലും ഇത് രണ്ടും കൺഫ്യൂഷൻ ഇല്ലാതെ എന്താ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. That is SI unit of the value of universal gas constant. Universal gas constant in SI unit. Universal gas constant എന്ന് പറയുന്നത് that is RU. RU ന്റെ ഓപ്ഷൻ എ. വേറെ ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ ഡി ആണ് SI യൂണിറ്റ് ഓഫ് ദ വാല്യൂ ഓഫ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. ഈ ഓപ്ഷൻ എ ആയിരുന്നു കറക്റ്റ് ആൻസർ ആണെങ്കിൽ അതിന്റെ യൂണിറ്റ് കിലോ. യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ഇവിടെ ഒരു വലിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. അത് ഞാനൊന്ന് പറഞ്ഞുതരാം. ഓപ്ഷൻ ഡി ആണോ എ ആണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ. നമ്മളെ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് നോർമലി നമ്മൾ എഴുതുന്നത് ദാറ്റ് ഈസ് 8.314 കിലോ ജൂൾ പെർ കിലോഗ്രാം മോൾ കെൽവിൻ. ഇങ്ങനെയല്ലേ എഴുതുന്നത്? യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് 8.314 കിലോ ജൂൾ പെർ കിലോഗ്രാം മോൾ കെൽവിൻ. ഇതിലെ ജൂളിൽ എഴുതുകയാണെങ്കിൽ 8314 ജൂൾ പെർ കിലോഗ്രാം മോൾ കെൽവിൻ എന്ന് എഴുതാം അല്ലെ? ജൂൾ പെർ കിലോഗ്രാം മോൾ കെൽവിൻ. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഓപ്ഷൻ ഡി തന്നെയാണ് എന്താ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. മനസ്സിലായോ? ഓപ്ഷൻ എ പറഞ്ഞ ഡോറിസ് ആന്റണി മനസ്സിലായോ? ഓപ്ഷൻ എ വരത്തില്ല. ഓപ്ഷൻ എ വരണമെങ്കിൽ അത് യൂണിറ്റ് കിലോ ജൂളാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ക്വസ്റ്റ്യൻ 28. ഇതും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡ്യൂറിങ് ആൻ അഡയാബാറ്റിക് ഈ ഒരു പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻ നമുക്ക് ലാസ്റ്റ് ആയിട്ട് ചെയ്യാം. അതിന് ഒരു 29ാം ക്വസ്റ്റ്യൻ ആണ്. The heat required to raise the temperature of unit mass of a gas by 1 degree Celsius at constant volume is called. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതെ, കോൺസ്റ്റന്റ് വോളിയത്തില്. അതെ, ഓപ്ഷൻ എ. ഓപ്ഷൻ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം. അതെ, സി. ഒരു യൂണിറ്റ് മാസിന് 1 യൂണിറ്റ് ഡിഗ്രി സെൽഷ്യസ് റൈസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു യൂണിറ്റ് മാസിന് 1 യൂണിറ്റ് ഡിഗ്രി സെൽഷ്യസ് റൈസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം എന്ന് പറയുന്നത് സ്പെസിഫിക് ഹീറ്റ് അറ്റ്
കോൺസ്റ്റന്റ് വോളിയം. അപ്പൊ ഇത് നിങ്ങൾക്ക് എല്ലാവരും ആൻസർ ചെയ്താണ്, നിങ്ങൾക്ക് അറിയാം. അടുത്ത് 30ാമത്തെ ക്വസ്റ്റ്യൻ. when the gas is heated at a constant volume, heat supplied. Heat when the gas is heated at a constant volume, constant ആണ്, വോളിയം ഈക്വൽ ടു കോൺസ്റ്റന്റ്, ഹീറ്റ് സപ്ലൈ ചെയ്യുന്നു, ക്യൂവിന് ചെയ്തു. അതെ, ഇൻക്രീസ് ദ ഇന്റേണൽ എനർജി ഓഫ് ദ ഗ്യാസ്. അതും വളരെ സിമ്പിൾ ആയിട്ടുള്ള. അതെ, കോൺസ്റ്റന്റ് വോളിയത്തിലാണെങ്കിൽ അവിടെ നമ്മളെ പിസ്റ്റൺ മൂവ് ചെയ്യത്തില്ല, ആ ഗ്യാസിന്റെ ഇന്റേണൽ എനർജി മാത്രമേ ബി ഇൻക്രീസ് ടെമ്പറേച്ചർ ഓഫ് ദ ഗ്യാസ്. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇന്റേണൽ എനർജി ഇൻക്രീസ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. കുറച്ചൊരു കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ. എന്നാൽ കുറച്ച് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഇൻക്രീസ് ഇന്റേണൽ എനർജി ഓഫ് ദ ഗ്യാസ് ആണ്. എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ അവസ്ഥ, ഇതാണ് പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെന്റ്. ഇതിനെ നമ്മൾ കോൺസ്റ്റന്റ് വോളിയത്തിൽ വയ്ക്കുന്നു, 2 സ്റ്റോപ്പറിട്ട് വയ്ക്കുന്നു. ഇതിൻ്റെ അകത്ത് ഗ്യാസ് ഉണ്ട്. അപ്പൊ ഇതിനെ ഞാൻ ഹീറ്റ് ചെയ്യണമെങ്കിൽ ഈ ഗ്യാസിന്റെ ഇന്റേണൽ എനർജി ഡെൽറ്റ യു എന്ന് പറഞ്ഞ് ഇന്റേണൽ എനർജി ആയിട്ട് ഇൻക്രീസ് ചെയ്യണം. നിഷാന്ത് മനസ്സിലായോ? കാരണം അവിടെ പിസ്റ്റൺ മൂവ് ചെയ്യുന്നില്ല, എക്സ്പാൻഷൻ വർക്ക് ഒന്നുമില്ല. അപ്പം നമുക്ക് ബേസിക് ഫോർമുല എന്ന് പറയുന്നത് Q is equal to ഡെൽറ്റ യു പ്ലസ് ഡബ്ല്യു. വർക്ക് 0, വർക്കില്ല, കോൺസ്റ്റന്റ് വോളിയത്തിലാണ്, വർക്ക് ഇല്ല. അപ്പൊ Q എന്ന് പറയുന്നത് എന്താ? ഡെൽറ്റ യു. ഇന്റേണൽ എനർജിയെ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ഇൻക്രീസ് ചെയ്യുന്നു. ഇന്റേണൽ എനർജി ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നൊക്കെ പറയാം. പക്ഷെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താണ്? ഇന്റേണൽ എനർജി ഇൻക്രീസ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇത്രയും ക്വസ്റ്റ്യൻസ് ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നമ്മളത് ഒരു 30 ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഇതില് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതില് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ പറയാമോ? സെലക്ട് ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ ആണോ? ഗ്രൂപ്പിൽ ഇടാമോ? നിങ്ങൾക്ക് ഇത് തരും കേട്ടോ, ഈ ഒരു നോട്ട്സും കാര്യങ്ങളൊക്കെ തരും. ഒരു 1-2 ക്വസ്റ്റ്യൻസ് കൂടെ നമ്മൾ നോക്കാം. 32ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 32ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. when the gas is heated at constant pressure, കോൺസ്റ്റന്റ് പ്രഷറിലാണ് ഹീറ്റ് ചെയ്യുന്നെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ കോൺസ്റ്റന്റ് വോളിയം കണ്ടായിരുന്നു. അപ്പൊ when the gas is heated at constant pressure, കോൺസ്റ്റന്റ് പ്രഷറിലാണ് ഹീറ്റ് ചെയ്യുന്നെങ്കിൽ എന്ത് സംഭവിക്കും? ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ഇൻക്രീസ് ഇന്റേണൽ എനർജി ഓഫ് ദ ഗ്യാസ്, ഇൻക്രീസ് ദ ടെമ്പറേച്ചർ ഓഫ് ദ ഗ്യാസ്, ഡസ് സം എക്സ്റ്റേണൽ വർക്ക് ഡ്യൂ ടു എക്സ്പാൻഷൻ, ഓൾ ഓഫ് ദീസ്. കറക്റ്റ്. ഗ്രൂപ്പിൽ ഇടാമോ? ലിങ്ക് എപ്പോഴാണ് വന്നത്? ലിങ്ക് നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ക്ലാസ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് ലിങ്ക് അയച്ചു തരുന്നതാണ്. ഗ്രൂപ്പിൽ ലിങ്ക് കാണും. ആ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലൊക്കെ ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നിങ്ങളുടെ കോഴ്സിന്റെ ഇൻചാർജ് ആയിട്ടുള്ള ഫാക്കൽറ്റി അല്ലെങ്കിൽ ഇൻചാർജ് ആയിട്ടുള്ള സാമ്പിൾ ചോദിക്കുക. ലിങ്ക് കോമൺ ആയിട്ട് ഒരു ഗ്രൂപ്പിലായിരിക്കും വരുന്നത്. അപ്പോൾ ഓൾ ഓഫ് ദീസ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇന്റേണൽ എനർജി എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇന്റേണൽ എനർജി ഇസ് എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ എക്സ്റ്റേണൽ കോൺസ്റ്റന്റ് പ്രഷറിലാണ് ഇരിക്കുന്നത്. കോൺസ്റ്റന്റ് പ്രഷർ എന്ന് പറഞ്ഞാൽ ഒരു പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെന്റിന്റെ അകത്ത് ഒരു വെയിറ്റ് ഉള്ള എന്തെങ്കിലും സാധനം വെക്കുകയാണെങ്കിൽ അതെന്താണ്? കോൺസ്റ്റന്റ് പ്രഷറിലാണ് അത് ഇരിക്കുന്നത്. നമ്മൾ ഇത് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്യാസ് എന്ത് ചെയ്യും? ആ പിസ്റ്റനെ മൂവ് ചെയ്യും. അവിടെ അതുകൊണ്ട് എന്താ ഒരു എക്സ്റ്റേണൽ വർക്ക് ഉണ്ടാവുന്നു, ഇന്റേണൽ എനർജി ഇൻക്രീസ് ചെയ്യുന്നു, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ ആണോ? അപ്പൊ അത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അതും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്തൊരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം. ദ ഹീറ്റ് സപ്ലൈ ടു ദ ഗ്യാസ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം. കോൺസ്റ്റന്റ് വോളിയത്തിലാണ് ഹീറ്റ് സപ്ലൈ ചെയ്യുന്നതെങ്കിൽ ആ ഹീറ്റിന്റെ ഫോർമുല എന്തായിരിക്കും? ഹീറ്റ് ഈസ് സപ്ലൈഡ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം. വോളിയം ഈക്വൽ ടു കോൺസ്റ്റന്റ്. കറക്റ്റ് ആണ്, നിങ്ങൾക്ക് അറിയാം. വോളിയം ഈക്വൽ ടു കോൺസ്റ്റന്റ് ആണെങ്കിൽ വോളിയം ഈക്വൽ ടു കോൺസ്റ്റന്റ് ആണെങ്കിൽ അപ്പൊ അതില് ഓപ്ഷൻ ബി ആണ് എന്താ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. എല്ലാവർക്കും ബി ആൻസർ കിട്ടും. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ.
that is equal to MCV T2 minus T1 അല്ലെങ്കിൽ MCV delta T. MCV delta T ആണ് എന്താ കറക്റ്റ് ആയിട്ടുള്ള ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള. അപ്പൊ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ഇത്രയും ക്വസ്റ്റ്യൻസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്തും ഇനിയും ലൈവ് സെക്ഷൻസ് ഉണ്ടാവും. അപ്പൊ ലൈവ് സെക്ഷനിൽ കൂടുതൽ ക്വസ്റ്റ്യൻസും അതുപോലെ തെർമോഡൈനാമിക്സിന്റെ നമ്മൾ ഈ പറയുന്ന തുടക്കത്തുള്ള പോർഷൻസിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് എടുത്തത്. ഇനി അടുത്ത ഈ പറയുന്ന പോലെ നമ്മളെ കുറച്ച് സൈക്കിൾസിന്റെയും പെട്രോൾ എഞ്ചിൻ, ഡീസൽ എഞ്ചിൻ, അതുപോലെ IC എഞ്ചിൻസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. അതിന് കുറച്ച് പ്രോബ്ലമാറ്റിക്സ് ക്വസ്റ്റ്യൻസ് കൂടെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് 33 ക്വസ്റ്റ്യൻസ്, ഒരു 30 മുകളിൽ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്താ കവർ ചെയ്യാൻ പറ്റുള്ളൂ. 40 ക്വസ്റ്റ്യൻസ്. ഇതിലൊരു പ്രോബ്ലം ക്വസ്റ്റ്യൻ ഉണ്ട്, അതെന്തായാലും അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇതിന് ഞാൻ ചെയ്യാത്തത് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ, ഒരു പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻ ഉണ്ട്, അത് എന്തായാലും അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക് യു. എല്ലാവർക്കും മനസ്സിലായോ ക്ലാസ്? നമ്മളെ ഫസ്റ്റ് ലൈവ് ആയിരുന്നു, എല്ലാവർക്കും മനസ്സിലായോ? ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെക്ഷൻ ഓക്കെ ആണോ? കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ ആണോ? പെന്നിന്റെ ചാർജ് തീർന്നു കേട്ടോ. പെന്നിന്റെ ചാർജ് തീർന്നോണ്ടാണ് ആ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാത്തത്. പിന്നെ ചാർജ് തീർന്നു. ഓക്കെ, ആ പെന്നിന്റെ ചാർജ് ഉണ്ടായിരുന്ന ഞാൻ ക്വസ്റ്റ്യനും കൂടെ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യായിരുന്നു. അപ്പൊ എന്തായാലും എല്ലാവർക്കും ക്ലാസ് ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.